അസസ്മെന്റ് ആയിരുന്നു എന്റെ PhD ടോപ്പിക്. അതിൽ പറഞ്ഞ കുറെ സംഗതികളെല്ലാം പ്രാബല്യത്തിലാക്കി ഒരു 3-4 മാസങ്ങൾ കൊണ്ട് അത് കറക്റ്റാണ് എന്ന്, അതേപോലെ പങ്കെടുത്തവർക്കൊക്കെ ഫിറ്റ്നസ് ഫീൽ ചെയ്യും. വെൽനസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് എന്നാ പറയാം. നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ചിന്താപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ളൊക്കെ ഉന്നതിയിൽ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. അത് ഈ ഫിറ്റ്നസ് വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ഫീൽ ചെയ്യുന്നത് ഒരു സുപ്രീം കോംപ്ലക്സ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു 2-3-5-6 മാസം കഴിയാം എനിക്ക് എന്ത് സമയത്തും എന്തിനും എനിക്ക് ഒരു ധൈര്യമായിരിക്കും. അത് ചിന്തയിലുണ്ടാകും, ഫാമിലിയിലുണ്ടാവും, സൊസൈറ്റിയിലുണ്ടാവും, നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിലുണ്ടാവും. എല്ലായിടത്തും നമുക്കൊരു വെൽനസ് ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ ഏതൊരു ഫിറ്റ്നസ് അല്ലെങ്കിൽ എന്തൊരു പ്രോഗ്രാംസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ യോഗ ചെയ്യലാവാം, അല്ലെങ്കിൽ ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കലാവാം, ഫിറ്റ്നസ് വാക്കിംഗ് ചെയ്യുന്നവരാകാം, ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാകാം ഒക്കെ തന്നെ. ഏതായാലും നമ്മൾ ഒരു സംഗതി മനസ്സിലാക്കണം. ഇപ്പോ അധികം പേരും ഞാൻ ഇവിടെ കണ്ടത്, നമ്മുടെ മലബാർ ഏരിയയിൽ കണ്ടത്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവര് തടി കുറക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ വരുന്നത്. അപ്പൊ തുടക്കത്തിൽ കുറച്ച് ഫാറ്റ് ബേൺ ചെയ്ത് തടി പോകും. പിന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾക്ക് മസിൽ മാസ് കൂടിയിട്ട് ആദ്യത്തെ ഇതിലേക്ക് തന്നെ നമ്മുടെ വെയിറ്റ് വരും. പുരുഷന്മാരെ സംബന്ധിച്ച് കോസ്മെറ്റിക് ഫിറ്റ്നസിന് പലരും വരുന്നവരുണ്ട്. നല്ലൊരു ശരീരം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് കോസ്മെറ്റിക് ഫിറ്റ്നസ് അതിന് പറയും. ഒരു നല്ലൊരു ആകാരം, നല്ല മസിൽസ് ഒക്കെ ഉള്ള. പക്ഷെ അതിൽ നിങ്ങളുടെ കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് കൂടി നിങ്ങൾ എല്ലാവരും തന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. നമ്മുടെ ഹാർട്ടിന്റെ ഫിറ്റ്നസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതോടുകൂടി ഒരു 5-6 മാസം, അല്ലെങ്കിൽ 1-2, അല്ലെങ്കിൽ ഒരു 10-15 വർഷം തുടർച്ചയായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഹാർട്ട്, കിഡ്നി, ലിവർ, ബ്രെയിൻ, എവ്രി ഓർഗൻസ് ഓഫ് അവർ ഹ്യൂമൻ ബോഡി എല്ലാം ഫിറ്റായിരിക്കും. അപ്പോ അതിനനുസരിച്ചുള്ള കറക്റ്റ് ഇൻടേക്ക്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത് ഓവർ ഈറ്റിംഗ് ആണ്. കാണുന്നത് ഓവർ ഈറ്റിംഗ്, നോ ഫിസിക്കൽ